ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നൊരു അടിപൊളി ഒരു ചിക്കൻ സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു ബ്രെഡാണ് കാണിക്കുന്നത് കേട്ടോ. ചില്ലി ചിക്കനാണ് ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റിയാണ്. നമ്മളെ ഒരു ദിൽക്കുഷൊക്കെ ഇല്ലേ മധുരമുള്ള അതിൻ്റെ ഒരു സ്പൈസി വേർഷനാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടാവും. പഞ്ഞി പോലുള്ള ബ്രെഡാണ്. അപ്പോൾ ദാ അതിലേക്ക് ആദ്യം തന്നെ ഞാൻ എടുത്ത് വെച്ചത് കുറച്ച് ബോൺലെസ് ചിക്കനാണ് കേട്ടോ. ഒരു 300 ഗ്രാം എടുത്തിട്ടുണ്ട്. ബോൺലെസ് ആണ് വേണ്ടിയത്. അതിലേക്കൊരു മസാല വേണം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടാണ്. അതുപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് വേണം. 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു മുട്ടയാണ് എടുത്തത്. ഈ മൊത്തത്തിലേക്ക് ഒരു മുട്ട മതി. ഉണ്ണി അവിടെ മാറ്റി വെക്കുക. വെള്ളം മാത്രം ഇതിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഉണ്ണി നമുക്ക് ബ്രെഡിൽ മേലെ തേക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. റെഡ് കളറ് നിർബന്ധമില്ല കേട്ടോ. ഇത് വീഡിയോ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ കളറ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബോൺലെസ് ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഈ ഒരു മസാല നന്നായിട്ടൊന്ന് ഇതിന്മേൽ പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ലാസ്റ്റാണ് നമ്മൾ ഇതിലേക്ക് കോൺഫ്ലവർ ചേർക്കുന്നത്. ആദ്യം ഈ മസാല നന്നായിട്ടൊന്ന് പിടിപ്പിച്ച് കൊടുക്കുക. എന്നാലാണ് മസാല പെട്ടെന്ന് അങ്ങ് പിടിച്ച് കിട്ടുക കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് കോൺഫ്ലവർ ചേർക്കുന്നത്. നമുക്കൊരു കോട്ടിങ്ങിൻ്റെ ആവശ്യത്തിന് മാത്രമേ കോൺഫ്ലവർ വേണ്ടിയുള്ളൂ. അപ്പോൾ അതാ ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ അതാ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്നും കൂടെ ഒന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഒരുപാട് അങ്ങ് കൈയിട്ടിട്ട് എന്താ പറയുക കുഴച്ച് മൊത്തത്തിൽ അങ്ങ് ഇതായി പോകണ്ട. ചെറുതായിട്ട് പുറത്ത് മാത്രം ഒരു കോട്ടിങ് മതി. ഇപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി അവിടെ മാറ്റി വെക്കാം കേട്ടോ. ഒരു 15 മിനിറ്റെങ്കിലും മിനിമം നമ്മളിതൊന്ന് മാറ്റി വെക്കണം. അരമണിക്കൂർ വെച്ചാൽ അത്രയും നല്ലതാണ്. എന്നാൽ ഒരു 15 മിനിറ്റ് നേരം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ആ സമയം കൊണ്ട് നമുക്ക് ബ്രെഡിൻ്റെ മാവ് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഒരു 4 കപ്പ് പൊടിക്കുള്ള മാവാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 4 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ബേക്കിങ്ങിൻ്റെ ഇതിലെപ്പോഴും ഞാൻ പറയുന്നതാണ് മൈദപ്പൊടി, ഈസ്റ്റ് ഇതൊക്കെ എപ്പോഴും നല്ല ബ്രാൻഡ്, നല്ല പുതിയ തന്നെ വാങ്ങണം കേട്ടോ. എന്നാലാണ് ബ്രെഡ് നന്നായിട്ട് വരുള്ളൂ. ഇനിയിപ്പോൾ അതാ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂണാണ്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് വേണ്ടത്. അത് 1 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ഉപ്പും പഞ്ചസാരയും ഈസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവണ വരെ കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. ഇനി പകരം ബട്ടറാണ് നിങ്ങളെ കയ്യിലുള്ളതെന്ന് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അൺസാൾട്ടഡ് ബട്ടർ. അപ്പോൾ ഞാനിവിടെ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ബട്ടർ എടുക്കുകയാണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടാണ് ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ അതിന് ശേഷം അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. നിങ്ങളുടെ അടുത്ത് പാലാണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ, പാൽപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അത് വെച്ചിട്ട് ഈ മാവൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ചെറുതായിട്ടൊരു സ്റ്റിക്കി പാകമാണ് വേണ്ടി കേട്ടോ. ഞാൻ കൈ കൊണ്ട് കാണിച്ചു തരാം. ചെറുതായിട്ടൊരു സ്റ്റിക്കിയാണ്. നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു സ്റ്റിക്കി പാകം. നന്നായിട്ട് കുഴച്ചെടുക്കണം. 10-20 മിനിറ്റ് ടൈം എടുത്തിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഈ ഒരു ബ്രെഡ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുള്ളൂ. ഇനിയിപ്പോൾ ഇതൊന്ന് കവർ ചെയ്തിട്ട് നമ്മളിതൊന്ന് ഡബിൾ സൈസ് ആവാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. ഒരു 1.5 മണിക്കൂർ മിനിമം ഇതൊന്ന് മാറ്റി വെക്കണേ. 1.5 മണിക്കൂർ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ചിക്കൻ്റെ ഫില്ലിങ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒലിവ് ഓയിൽ തന്നെയാണ് എടുക്കുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 മീഡിയം സൈസുള്ള ഉള്ളി ഞാൻ എന്താ പറയുക ഒരു കുറച്ച് തടിയിൽ ഇങ്ങനെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര നൈസായിട്ടല്ല, കുറച്ചൊരു തടിയിൽ അരിഞ്ഞ് വെച്ചതിന് കുറച്ച് ക്യാപ്സിക്കം, ഒരു അരക്കപ്പോളം ക്യാപ്സിക്കവും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതിട്ടോ. ഉള്ളി അങ്ങ് നമ്മൾ എന്താ പറയുക സോഫ്റ്റ് ആകുന്ന വരെ അല്ലെങ്കിൽ കളർ മാറുന്ന വരെ അങ്ങനെ ഒന്നും വാട്ടണ്ട. ഒരു 1-2 മിനിറ്റ് നേരം ഒന്നിങ്ങനെ ജസ്റ്റ് മിക്സ് ചെയ്ത് വാട്ടിയെടുത്താൽ മതി. ഇപ്പോൾ അതാ ഈ ഒരു ഭാഗത്തിൽ കേട്ടോ. അതിപ്പോൾ കണ്ടില്ല, ആ ഒരു ഇതിൻ്റെ ക്രഞ്ചിനെസ് മാറിപ്പോവരുത്. ഇനിയിപ്പോൾ അതിലേക്ക് ആ ഒരു ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്യാപ്സിക്കം ഒന്ന് ചൂടായാൽ മതി കേട്ടോ. ജസ്റ്റ് ചൂടായാൽ അപ്പം തന്നെ തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. രണ്ടും വെന്ത് പോകാൻ പാടില്ല. ഉള്ളി ആയാലും ആ ഒരു ക്യാപ്സിക്കം ആയാലും അങ്ങനെ വെന്ത് പോകരുത് കേട്ടോ. കടിക്കുന്ന സമയത്ത് ആ ഒരു ക്രഞ്ചി ആയിട്ട് തന്നെ നമുക്ക് കിട്ടണം. ഇപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ആ സെയിം പാനിൽ തന്നെയാണ് ഞാൻ ആ ചിക്കൻ പൊരിച്ചെടുക്കുന്നത് കേട്ടോ. ഈ ഒരു ഓയിൽ എന്ന് പറയുന്നത് ഞാൻ സൺഫ്ലവർ ആണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് ഡീപ്പല്ലേ നമ്മൾ പൊരിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത് കേട്ടോ ഈ ഒരു ചിക്കന്. അപ്പോൾ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി. പെട്ടെന്നായി കിട്ടും കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ മതി ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ബോൺലെസ് ആണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല ചെറിയ പീസായിട്ടല്ലേ മുറിച്ചത്. മാക്സിമം ഒരു 5 മിനിറ്റ് അല്ല 6 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് പൊരിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. മുറിച്ച് നോക്കുക. അപ്പോൾ അത് നന്നായിട്ട് മുറിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ പുറം ഭാഗം ഒരു ചെറിയതായിട്ടൊരു ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് ഉള്ളത്. ഇതിന് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം.
ആ ഒരു ചിക്കൻ മാറ്റി വെക്കുക, അതുപോലെ തന്നെ ആ എണ്ണ ഒഴിവാക്കുക കേട്ടോ. ആ എണ്ണ നമുക്ക് ഇനി ആവശ്യമില്ല. എന്നിട്ട് ആ ഒരു പാൻ ഇതാ കാലിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ബാർബിക്യൂ സോസാണ്. ഒരു 3-4 ടേബിൾ സ്പൂൺ ബാർബിക്യൂ സോസ് എടുക്കുക. അതൊക്കെ നിങ്ങളെ ഫ്ലേവറിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഇനിയിപ്പോൾ വേണ്ടത് ചില്ലി ഗാർലിക് സോസാണ് കേട്ടോ. കുറച്ച് എരിവുള്ള സോസാണ് ഇത്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണൊക്കെ എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 3-4 ടേബിൾ സ്പൂണൊക്കെ ഇതും എടുക്കാം. ഇത് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ വേണ്ടത് സോയാ സോസാണ്. ഞാനിവിടെ തിക്കായിട്ടുള്ള സോയാ സോസാണ് എടുക്കുന്നത്. അതുകൊണ്ട് 1 ടേബിൾ സ്പൂണേ എടുക്കുന്നുള്ളൂ. നിങ്ങൾ ലൈറ്റാണ് എടുക്കുന്നതെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ അതും ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് ടൊമാറ്റോ കെച്ചപ്പാണ്. അതും ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു നുള്ള് ഉപ്പ്, ഈ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാത്തിൻ്റെ. ഒരു നുള്ളേ ചേർക്കാവൂ, കാരണം എല്ലാ സോസിലും ഉപ്പുണ്ട്. ഇനി ഇത് നല്ല ചൂടാക്കി വെച്ചിട്ട് ഇതിനൊന്ന് ഇതിത്തെ വെള്ളം വറ്റുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 15 സെക്കൻഡൊക്കെ മതിയാവും. ഇനിയിപ്പോൾ നന്നായിട്ട് അത് തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ഉള്ളിയും ക്യാപ്സിക്കവും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടേസ്റ്റൊക്കെ ഇതിലങ്ങ് നന്നായിട്ട് പിടിച്ച് വരും കേട്ടോ. ഈ സോസുകൾ മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പൊരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ചാൽ ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഫില്ലിങ് ആയതുകൊണ്ടാണ് നമ്മൾ തീ കൂട്ടി വെക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പം ഈ ഒരു വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല. നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഫില്ലിങ് ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളുത്ത എള്ളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സെസ്മി സീഡാണിത്. ഇത് വൈറ്റ് കളറിലുള്ളത്. അതൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ ഒരു ഞാൻ പറഞ്ഞ ദിൽക്കുഷിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാനുള്ള മസാല. ഇനിയിപ്പോൾ അത് ആ ഒരു മാവ് നോക്ക്, എത്ര ഞാൻ 1.5 മണിക്കൂർ വെച്ചപ്പോഴത്തേക്ക് നന്നായിട്ട് പൊന്തി മേലെ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചെറുതായിട്ട് കയ്യിലൊന്ന് പൊടിയാക്കിയതിന് ശേഷം ഇതിൻ്റെ എയറൊക്കെ ഒന്ന് പൊക്കിയെടുക്കുക. ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് ഇതിനൊന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള ഉരുളാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇപ്പോൾ ഞാനൊരു 3 ബോളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഞാനിവിടെ 2 ഉണ്ടാക്കുന്നത് കേട്ടോ. 2 ബ്രെഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ഒരു ബോൾ എടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. കുറച്ചൊരു കട്ടിയിലാണ് വേണ്ടി കേട്ടോ. ഒരുപാട് അങ്ങനെ നൈസായിട്ടുള്ള റൊട്ടി ആയിട്ടല്ല വേണ്ടിയത്, കുറച്ചൊരു തടിയിൽ. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിയിട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കുക. പരത്തുമ്പം പറഞ്ഞാൽ നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത്, പാത്രത്തിൻ്റെ സൈസാണോ ഉണ്ടാക്കുന്നത്, അതിനനുസരിച്ചുള്ള വലുപ്പത്തിലാണ് ഈ ഒരു റൊട്ടി നമ്മൾ പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ബേക്ക് ചെയ്യണത്, ഞാനിപ്പോൾ ഇതാ ഒരു ഷീറ്റിൽ ബട്ടർ പേപ്പർ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേലെ ഒരു റിങ് വെച്ചിട്ട് ഇങ്ങനെ നമുക്കെല്ലാം ബേക്ക് ചെയ്യാൻ നമ്മളെ ഇഷ്ടത്തിനുള്ള സൈസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റുന്നൊരു റിങ്ങാണിത്. ഈ റിങ്ങിൽ ഈ ഒരു സൈസിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആ സൈസിലേക്ക് ആക്കിയിട്ട് ഈ ഒരു റൊട്ടീനെ നമുക്കൊന്ന് മുറിച്ചെടുക്കണം. ഇപ്പോൾ അത് എക്സസ് ഉള്ളതൊക്കെ ഒന്ന് മുറിച്ചിട്ട് അടുത്ത ഉരുളൻ്റെ കൂട്ടത്തിലേക്ക് ആ ബാക്കിയുള്ളത് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ആ ഒരു സൈസിലുള്ളത് ഉരുട്ടിയിട്ട് ഇതാ മുറിച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു സൈസിലേക്ക് അങ്ങ് വന്നോളും. ഇനിയിപ്പോൾ അതാ നമ്മളെ ഫില്ലിങ്, ചില്ലി ചിക്കൻ്റെ ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ അതാ ഒരു ഫില്ലിങ് നിറച്ച് വെച്ച് കൊടുക്കുക. അറ്റം ചെറുതായിട്ടൊന്ന് വിട്ട് കൊടുക്കണം. വേറൊരു പത്തിരീൻ്റെ മേലെ ഇട്ടിട്ട് നമുക്ക് ഒട്ടിക്കാനുള്ളതാണ് അടുത്ത റൊട്ടി വരുമ്പോൾ. അപ്പോൾ ആ അറ്റത്തേക്ക് മസാല വരരുത് കേട്ടോ. മസാല അറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. അപ്പോൾ അതാണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ അടുത്ത ഇതേ സൈസിലുള്ള അടുത്ത ഒരു റൊട്ടി ഇതേപോലെ ഇതേ കനത്തിൽ പരത്തിയെടുത്തിട്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗവും പ്രസ് ചെയ്ത് ഇതിനൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം നമ്മളിതൊന്ന് കവർ ചെയ്ത് വെക്കണം. ഒരു 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. കവർ ചെയ്തിട്ട് ഇപ്പോൾ ഇത് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ട നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ആദ്യമുള്ളതിനെക്കാട്ടിലും അതിൻ്റെ ഡബിൾ സൈസായിട്ട് ഇത് നന്നായിട്ട് പൊന്തി വന്ന്. ഇനിയിപ്പം എല്ലാം ആ ഒരു റിങ് നമുക്ക് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് റിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മളെല്ലാം ഞാനൊന്ന് ആ റിങ് ഊരിയെടുക്കുന്നുണ്ട്. നിങ്ങൾ ചെമ്പല്ല, ഇതുപോലത്തെ ഒരു പ്ലേറ്റിലൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ തന്നെ ബേക്ക് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ നടുവിൽ ഒരു ഡിസൈൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബൗള് ഞാൻ റൗണ്ട് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് ഇതാ ഒരു ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു അധികം ഷാർപ്പില്ലാത്ത എന്തെങ്കിലും സാധനം വെച്ചിട്ട് ഒരു ഡിസൈൻ നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ അതങ്ങ് പൊന്തിപ്പോവും. പക്ഷെ നമുക്ക് ഈ ഒരു എന്ത് വെച്ചിട്ടാണോ നമ്മൾ ഡിസൈൻ ചെയ്യണത്, അതിനെ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു വര നമുക്ക് കിട്ടണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒന്ന് വരച്ച് വെക്കുന്നുണ്ട്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലാണ്ട് വെറുതെ ബേക്ക് ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ വീഡിയോ ആകുമ്പോൾ കുറച്ചൊരു മട്ടത്തിൽ നമുക്ക് ചെയ്യണമല്ലോ, അതിനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒന്ന് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു പാത്രം സെൻറ്റർ നമുക്ക് എടുക്കാം.
അപ്പോൾ കണ്ടില്ലേ, നടുവിലൊരു വട്ടത്തിലുള്ള ഡിസൈനും കൂടിയായി. ഇനിയിപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ മാറ്റി വെച്ച മുട്ടൻ്റെ ഉണ്ണിയില്ലേ, അതിൻ്റെ വെള്ളം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് വെള്ളം അതിലേക്ക് എടുത്ത് ബാക്കി ഉണ്ണിയാണത്, അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മുട്ടൻ്റെ ഉണ്ണിയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പാലും, അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലായിടത്തും നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ലോണം തേച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ഒരു പുറം ഭാഗം വേഗം ഡ്രൈ ആയി പോകും. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തേച്ച് കൊടുക്കുക. ഇപ്പോൾ അതെല്ലായിടത്തും തേച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് സാധനങ്ങൾ, കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക. നമുക്കൊരു ഗാർണിഷിങ്ങിന് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ കുറച്ച് ഒലീവ്സ്, അതുപോലെ തന്നെ തക്കാളി, പിന്നെ കുറച്ച് ക്യാപ്സിക്കം, ഈ 3 സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഗാർണിഷിങ്ങിന് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓരോരുത്തരെ മനോധർമ്മം അനുസരിച്ച് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ഇതിൻ്റെ ഒരു ഗാർണിഷിംഗ് ഒക്കെ ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ആ വര വരച്ച് വെച്ച് എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു എള്ള് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞങ്ങൾ പറഞ്ഞില്ല, ഇത് ബേക്ക് ചെയ്ത് കഴിഞ്ഞ് വരുന്ന സമയത്ത് ആ ഒരു വര വരച്ചതൊന്നും ഇമേൽ ഉണ്ടാവില്ല. അപ്പം ഈ ഒരു എള്ളിനെ കൊണ്ട് ഞാനിങ്ങനെ ആ ഒരു റൗണ്ടും അതുപോലെ തന്നെ അങ്ങനെ വരവരൊക്കെ ഞാൻ എള്ള് വെച്ചിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പം ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് നമുക്ക് കാണുക. ആ വരഞ്ഞ ഭാഗത്ത് മാത്രം ഈ ഒരു എള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 25 മിനിറ്റ്. ഇപ്പോൾ അതാ ഞാനിവിടെ ബേക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. 25 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180ൽ ബേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മൾ ആ ഒരു ചില്ലി ചിക്കൻ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ബ്രെഡ് വായിലിട്ടാൽ അലിഞ്ഞ് പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 2 എണ്ണം ഉണ്ടാക്കിയെന്നുള്ള, ഒന്ന് ഇതാണ് കേട്ടോ. ഒന്ന് ഞാനൊരു അലുമിനിയത്തിൻ്റെ ഒരു പ്ലേറ്റിലാണ് ഉണ്ടാക്കിയത്, അത് ഈ ഒരു ഡിസൈനാണ് കൊടുത്തത്. അപ്പോൾ 2 എണ്ണമാണ് ഈ ഒരു അളവിലേക്ക് നമുക്ക് കിട്ടിയത്. രണ്ടും അത്യാവശ്യം നല്ല വലിയ സൈസ് തന്നെയാണ്. നമ്മൾ പിസ്സ ഉണ്ടാക്കുന്ന പ്ലേറ്റ് ആണത്. 2 വലിയ സൈസിലുള്ളതാണ് ഉണ്ടാക്കിയത്. അടിപൊളിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഒരിക്കൽ തിന്ന് കഴിഞ്ഞാൽ നിങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും കേട്ടോ, അത്രയും ടേസ്റ്റിയാണ്. ഇനിയിപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ്. അതുപോലെ തന്നെ ഉള്ളിലത്തെ ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. എന്തായാലും കഴിച്ച് നോക്കണം. ഇതുണ്ടോ, ആ ഒരു ബ്രെഡിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളിയാണ്. അതുപോലെ തന്നെ ആ ഒരു മസാല സാധാരണ ഒരു മസാല അല്ലത്, ഒരു സ്പെഷ്യൽ മസാല തന്നെയാണ്. അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നത്. നിങ്ങൾ ലൈക്ക് ചെയ്യാനൊക്കെ മറന്നു പോകുന്നുണ്ട് കേട്ടോ. വീഡിയോ കണ്ടിട്ട് എല്ലാവരും അങ്ങ് പോവുകയാണ്. പ്ലീസ് ആ ലൈക്ക് ബട്ടൺ നിൽക്കാൻ ആരും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒന്ന്, ഒരു തംസപ്പ് എന്തെങ്കിലും ഒന്ന് എന്താ പറയുക, അറ്റ്ലീസ്റ്റ് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.